ജിയോളജിസ്റ്റ് ശ്രീ കെ സജിൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജിൻ, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒഫീഷ്യലി നമുക്ക് പറയാവുന്ന ഘട്ടമായിട്ടുണ്ടോ? ഇതൊരു ഭൂകമ്പമാണോ അതോ മറ്റെന്തെങ്കിലും പ്രതിഭാസമാണോ? എന്താണ് ഇക്കാര്യത്തിൽ നമുക്ക് ഔദ്യോഗികമായി ഒഫീഷ്യലി വിശദീകരിക്കാൻ കഴിയുന്നത് ഇപ്പോൾ? ഒഫീഷ്യലി ഒരു കൺഫർമേഷനും ഇതുവരെയ്ക്കും വന്നിട്ടില്ല അത് ഭൂചലനമാണോ എന്നുള്ളത്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് 100 കിലോമീറ്റർ ചുറ്റളവിൽ കേട്ടു എന്നുള്ളതാണ്. അങ്ങനെ 100 കിലോമീറ്റർ ചുറ്റളവിൽ ഒച്ച കേൾക്കാൻ പറ്റാവുന്ന ഒരു ഭൂചലനമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല അതിന്റെ കാഴ്ച. അതിന്റെ പല കെട്ടിടങ്ങളും തകർന്നു പോകും. പ്രധാനത്തിൽ ഭൂചലനം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒച്ച ഒന്നും വരാറില്ല. ഒച്ച ഉണ്ടാകുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ വിള്ളൽ ഉണ്ടാകുക, അല്ലെങ്കിൽ കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴുക. അപ്പൊ ഇത്രയും ജനവാസ സ്ഥലത്ത് അങ്ങനെ ഉള്ള ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒത്തിരി കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന് 100 കിലോമീറ്റർ ചുറ്റളവ് ഒരു വലിയ വ്യാപ്തിയാണ് ഭൂചലനത്തിന് അപേക്ഷിച്ച്. അതുകൊണ്ട് ഇത് ഒരു ഭൂചലനമായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത്. പക്ഷേ ചെറിയ തോതിലുള്ള ഒച്ചയൊക്കെ കേരളത്തിൽ സാധാരണ കാണുന്ന പൈപ്പിംഗ് ഫിനോമിന വഴി കേൾക്കാറുണ്ട്. പൈപ്പിംഗ് ഫിനോമിന സാധാരണ ജനങ്ങൾക്കെല്ലാം അറിയാം. പ്രത്യേകിച്ചും നോർത്ത് കേരളയിലുള്ള കണ്ണൂർ, വയനാട്, കാസർഗോഡ് സ്ഥലങ്ങളിൽ ഈ ഭൂമിക്ക് ഉപരിതലത്തിൽ കൂടെ പുഴ ഒഴുകി പോകുന്നത് പോലെ ഭൂമിക്കടിയിൽ ഭൂഗർഭജലവും ഒഴുകി പോകാറുണ്ട്. ഈ ഒഴുകി പോകുന്ന സമയത്ത് അവിടെയുള്ള മണ്ണും അതൊക്കെ അതിനെ ഒലിച്ചെടുത്തുകൊണ്ട് പോകാറുണ്ട്. അത് ഒലിച്ചെടുക്കാൻ നേരത്ത് അവിടെ ഒരു ഗർത്തം രൂപാന്തരപ്പെടാറുണ്ട്. ആ ഗർത്തത്തിൽ മേൽമണ്ണും ഒക്കെ ഇടിഞ്ഞ് താഴെ വീഴാറുണ്ട്. നമ്മൾ സാധാരണ നാട്ടിലെ കിണർ ഇടിഞ്ഞ് വീഴുന്ന പ്രതിഭാസമൊക്കെ ഇതിനോടനുബന്ധിച്ച് കാണുന്ന സംഭവങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയ തോതിലുള്ള ഒച്ചയൊക്കെ വരാം. പക്ഷെ 100 കിലോമീറ്റർ ചുറ്റളവിലൊന്നും ഒച്ച വരാൻ സാധ്യതയില്ല. അത് ശ്രീ കെ സജിൻ കുമാർ, ഈ സോയിൽ പൈപ്പിംഗ് ആണെങ്കിൽ അത് നമ്മുടെ ഉപരിതലത്തിൽ പ്രതലത്തിൽ അതിന്റെ അടയാളങ്ങൾ കാണേണ്ടതല്ല. ഇപ്പോൾ ഈ മേഖലയിലൊന്നും അങ്ങനെ ഉണ്ടായി എന്നാരും പറയുന്നുമില്ലല്ലോ. ഇല്ല പൈപ്പിംഗ് ഒരു കാരണം വെച്ചിരുന്നാലും നമുക്ക് ഉപരിതലത്തിൽ കാണാൻ പറ്റില്ല. ഒരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. മേൽ മണ്ണ് എല്ലാം ഇടിഞ്ഞ് താഴെ വീഴണമെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. അല്ലാത്തടത്തോളം കാലം നമുക്ക് അത് പൈപ്പിംഗ് അറിയാനേ പറ്റില്ല. വെള്ളം ഒഴുകിപ്പോകുന്ന ഒച്ചയൊക്കെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ആമസോൺ നദിക്ക് താഴെ കൂടെ ആമസോണിനെയും കാട്ടി വലിയ വ്യാപ്തിയിലുള്ള ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട് ഭൂമിക്കടിയിലൂടെ. അതിനെ ഒരു മലയാളി ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്, ഹംസ എന്ന് പറയുന്ന ഒരു ജിയോ ഫിസിസ്റ്റ്. അതുകൊണ്ട് ആ നദിയുടെ പേര് ഹംസ നദി എന്നൂടെയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നതിനെയും കാട്ടി വലിയ ഡയമെൻഷനിലുള്ള ഗർത്തങ്ങളൊക്കെ ഭൂമിക്കടിയിൽ ഉണ്ടാകാം. അതുവഴി ഒഴുകുന്ന വെള്ളത്തിനും സൗണ്ട് ഉണ്ടാകാം. അതിന് നല്ലൊരു പാളി അടർന്ന് താഴെ വന്ന് വിഴുന്നിരുന്നാലും ഒച്ചയുണ്ടാകാം. പക്ഷെ ഈ പറഞ്ഞ വ്യാപ്തിയിലൊന്നും കേൾക്കുവാൻ സാധ്യതയില്ല. ശരി, ശ്രീ കെ എസ് സജിൻ കുമാർ, താങ്കൾ പ്രതികരിച്ചതിന്